ധർമ്മസ്ഥല വിഷയത്തിൽ വീഡിയോ ചെയ്തതിന് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഹിന്ദു ആയതുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചിലായി എന്ന് പറയേണ്ടി വരും. എന്നാലും എനിക്കെതിരെ കേസ് കൊടുത്ത സമയത്ത് സന്ദീപ് എടപ്പാൾ എന്നല്ല കേസിൽ വന്നിട്ടുണ്ടായിരുന്നത്, സന്ദീപ് മലപ്പുറം എന്നായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനാഫിക്കയെ ജിഹാദി ആക്കി ചിത്രീകരിച്ചതും നമ്മൾ അന്ന് കണ്ടതാണ് എന്നുള്ളതാണ്. അതായത് ഈ വിഷയത്തിൽ സംസാരിച്ച യൂട്യൂബർമാർക്കെതിരെ ഒക്കെ കേസെടുത്തു. അതുകൂടാതെ കേരളത്തിൽ നിന്നുള്ള ചില സംഖ്യകൾ മാത്രം ഈ വിഷയത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇന്നിതാ കാലം ആ സത്യത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. അവർ മണ്ണിട്ട് മൂടിയ സത്യങ്ങളെല്ലാം പുറത്തു വന്നു എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുൻപ് എനിക്കൊരു കമന്റ് വായിച്ചു തരാനുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തപ്പോൾ അരുൺ കുക്കു എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു കമന്റ് ആണ് കേട്ടോ. വെടികൾ ചത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താടാ, ഫ്രീ യാത്ര, വനിതാ സംവരണം എല്ലാം വെടികൾ കൊണ്ടുപോവുകയല്ലേ, കുറെ എണ്ണം ഇങ്ങനെ തീരട്ടെ എന്നുള്ളതാണ് ഒരു വൃത്തികെട്ടവന്റെ കമന്റ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നൂറുകണക്കിന് പെൺകുട്ടികളെ അതിക്രൂരമായി കൊല ചെയ്ത് മണ്ണിട്ട് മൂടിയ ആ ഒരു സ്ഥലത്തെ കുറിച്ച് വീഡിയോ ചെയ്തതിനാണ്. അവിടെ നിന്ന് അസ്ഥികൂടങ്ങൾ ഒന്നും കിട്ടിയില്ല, ഇതൊക്കെ നുണയാണ്, ഇതെല്ലാം ജിഹാദി ആയിട്ടുള്ള മനാഫിന്റെ പണിയാണ്, അതിനെ കുട പിടിച്ച് നിൽക്കുന്നവനാണ് നീ എന്ന രീതിയിലൊക്കെയാണ് എന്നെയൊക്കെ ആളുകൾ ചിത്രീകരിച്ചത് എന്നുള്ളതാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ചത്താലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം കൈയൊഴിഞ്ഞു. ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല. അന്നും ഇന്നും നട്ടെല്ലോട് കൂടിയിട്ട് ന്യൂസ് 18 മാത്രമാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് സംസാരിക്കേണ്ട വിഷയമായിട്ട് പോലും ഒരു മാധ്യമം പോലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കർണാടക ഭരണകൂടം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും ഈ വിഷയത്തിൽ SIT കേസ് മണ്ണിട്ട് മൂടാൻ ശ്രമിച്ച സമയത്ത് ഫോറൻസിക് റിപ്പോർട്ടിന്റെ ഒരൊറ്റ ബലം കൊണ്ട് കേസ് റീഓപ്പൺ ചെയ്യുകയാണ്. അവിടെ കൂട്ട കൊലപാതകങ്ങളൊന്നും നടന്നില്ല എന്ന് SIT റിപ്പോർട്ട് വെച്ചപ്പോൾ അതിന്റെ മുകളിലേക്ക് അവിടെ നിന്നും കണ്ടെടുത്ത ഓരോ അസ്ഥിക്കൂടത്തിനും കൃത്യമായി കൊല ചെയ്തതാണ് എന്ന് കണ്ടെത്താൻ കഴിയുകയാണ് എന്നുള്ളതാണ്. അന്ന് ചിന്നയ്യ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത അസ്ഥിക്കൂടം അത് മറ്റാരുടേതാണ് എന്ന് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചപ്പോ SIT ആ കേസ് തള്ളി നീക്കാൻ ശ്രമിച്ചപ്പോ ദൈവത്തിന്റെ മണ്ണിൽ നിന്ന് നുണകളെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ആ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ആ അസ്ഥിക്കൂടവും ആ ഭൂമിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത്. 1000-ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പൂർണ്ണമായ 16 അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഫോറൻസിക് റിപ്പോർട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരെ വീഡിയോയിലോട്ട് കടക്കാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കൊലപാതക പരമ്പരയ്ക്ക് തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി യഥാർത്ഥമാണെന്ന് FSL റിപ്പോർട്ട് വന്നതോടെ രംഗം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ്. SIT ബംഗളക്കുട്ടിയിൽ നിന്ന് വിറ്റൽ ഗൌഡ തലയോട്ടി എടുക്കുന്നതിന് ദൃക്സാക്ഷിയായ പ്രദീപ് കുലാലിനോടും സംഘത്തോടും ഒപ്പമെത്തിയാണ് പുനരാവിഷ്കരണം നടത്തിയത്. അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പുനരാവിഷ്കരിച്ചത്. ഇതിനിടയിൽ പ്രദേശത്ത് നിന്ന് ലഭിച്ച അസ്ഥികൂടങ്ങളിൽ പരാതി ലഭിച്ച 2 പേരുടെ DNA സാമ്പിളുകൾ സാമ്യമായിട്ടുണ്ട്. ഇതോടെ അന്വേഷണത്തിൽ കൂടുതൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് SIT. ജൂൺ ആദ്യവാരത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചേക്കും. ജൂൺ 5, 6 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും മണ്ണ് മാന്തിയുള്ള പരിശോധന നടക്കും. ഇനി മാധ്യമങ്ങൾ പുറത്തുവിടാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഏകദേശം 475 ആളുകളെയാണ് കർണാടകയിൽ നിന്ന് കാണാതായിട്ടുള്ളത്. SITക്ക് കൃത്യമായിട്ട് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കാണാതായ 70-ൽ പരം ആളുകളെ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തിയെയും കുറിച്ച് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് SIT ഇത് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചാലും കോടതി വിടില്ല എന്ന് തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. 70-ൽ പരം ആളുകളെ കാണാതായ വിഷയത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അന്വേഷണം കൊണ്ടുവരാൻ പോവുകയാണ്. കേരളത്തിൽ നിന്നും പോയ ആളുകൾക്കുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വന്നിട്ട് കാണാതായ ആളുകളെ കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഇടപെടലുകളും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ മൂടി വെക്കാൻ ശ്രമിക്കുകയും ചിന്നയെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോ സത്യം അത് പുറത്ത് ചാടുക തന്നെ ചെയ്തു. സത്യത്തിന് അത്രയും നാളൊന്നും വീർപ്പ് മുട്ടിയിട്ട് മണ്ണിനടിയിൽ കിടക്കാൻ കഴിയില്ല. അതിന് ശ്വാസം വിട്ടും പുറത്ത് ചാടുക തന്നെ ചെയ്യുന്നുള്ളതാണ്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇതൊന്നും കേട്ടു നോക്കി അറിയാം. 2020-ലും 2023-ലും ഒക്കെയുള്ള പ്രത്യേകതകളുണ്ട്. അങ്ങനെ അത് സ്ത്രീയുടേതുണ്ട്, പുരുഷനേതുണ്ട്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുണ്ട്. അങ്ങനെ നിരവധി അസുഖങ്ങൾ ലഭിക്കുന്നു. അതായത് 1000-ഓളം അസ്ഥികൂട ഭാഗങ്ങളും 8 പൂർണ്ണ അസ്ഥികൂടങ്ങളാണ് ലഭിച്ചത്. ഏതായാലും ഇത് പരിശോധന നടത്തിയതിനു ശേഷം ഇതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയതിനു ശേഷം തുടരന്വേഷണം മതി എന്നൊരു നിലപാടിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഫോറൻസിക് ലാബിലേക്ക് ബംഗളൂരിലേക്ക് ഈ ഒരു പരിശോധനയ്ക്കായി അയക്കുന്ന സാഹചര്യം ഉണ്ടായതിലും കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ പരിശോധനാ ഫലം വന്നത്. ഞെട്ടിപ്പിക്കുന്ന പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചതുപോലെ, ഈ തുടക്കത്തിൽ സാക്ഷി ആരോപിച്ചതുപോലെ ഇവിടെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അത് എന്തിനാണ് ഇത്തരം കൊലപാതകങ്ങൾ നടന്നത്, ബലാത്സംഗം നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് പരിശോധന കണ്ടെത്താൻ സാധിക്കണോ എന്നതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും ഇതിൽ പ്രതികളായവരെ ഒക്കെ അന്നത്തെ ആ പ്രതികളായവരൊക്കെ പലർക്കും ഇപ്പോഴും അറിയാം. കാരണം സൗജന്യ കേസിലൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു, അവിടെയുള്ള ആളുകൾ പ്രതികളെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ നിരവധിയായ ആളുകളെയാണ് ഈ കേസിൽ കൊടുക്കേണ്ട ആരോപണം അവർ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇപ്പോഴും അവർ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ധർമ്മസ്ഥലയുടെ മണ്ണിൽ ഇത്തരം ആളുകൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരുമോ ഇവർക്ക് കയ്യാമം വിലങ്ങു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് കണ്ടറിയുന്നത്. അത് ഇനി ഏറെ വൈകാതെ തന്നെ ഇതിലൊരു അന്തിമ കുറ്റപത്രം ഈ SIT സംഘത്തിന് കർണാടക കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് അധികം താമസമില്ലാതെ തന്നെ അത്തരം നടപടികൾ നടക്കും. അതിനു മുമ്പ് അവസാനമായുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില സിനിമകളൊക്കെ കാണുന്നത് പോലെ തന്നെ
നേതാക്കന്മാർക്ക് കുറെ ഗുണ്ടകൾ ഉണ്ടാവും. ഡി കമ്പനി എന്നാണ് ഈ ഒരു സ്ഥലത്തെ ഗുണ്ടകളുടെ പേര്. ഓട്ടോ ഡ്രൈവർമാരും മറ്റുള്ള ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ അടങ്ങിയ ഒരു ഡി കമ്പനി എന്ന ഒരു കുറച്ച് ഗുണ്ടകൾ, സൗജന്യെ പോലെയുള്ള ഒരുപാട് ആളുകളെ തട്ടിക്കൊണ്ടുപോയ ഡി കമ്പനിയെ കുറിച്ചിട്ടൊക്കെ നിരന്തരമായി നമ്മളിതൊക്കെ കേട്ടതാണ്. പക്ഷെ ആളുകളെല്ലാം മറക്കുന്നു. പണ്ടൊക്കെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കണ്ടിരുന്നതാണ്. പതുക്കെ 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 എന്റെ വീട്ടിലല്ലല്ലോ ഇത് സംഭവിച്ചത് എന്നുള്ള ഒരൊറ്റ ധാരണയിൽ അവരൊക്കെ പിന്തിരിയാന്നുള്ളതാണ്. ഇനി ഒരു കമന്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാൻ കേട്ടോ. എഴുതി വെച്ചതൊക്കെ കയ്യിലില്ലേ, ഇതിന്റെ സത്യാവസ്ഥ ഇന്നലെ വന്നു, ഇനി നീ എഴുതി വെച്ചത് എന്തു ചെയ്യും മല്ലയ്യ. ഇത് ദാമു എന്ന ഒരു ഫേക്ക് നെയിമിലുള്ള ഒരാളാണ്. അതേപോലെ വിനോദ് പറയാ, ഡാ താ ചണ്ടീവേ, ഇപ്പൊ എന്തായി നിന്റെ തോണ്ടൽ, നിന്റെ ഉപ്പൂപ്പാന്റെ പൂട വല്ലതും കിട്ടിയോ? നിനക്കൊക്കെ ഉള്ള മറുപടി ഞാൻ അന്ന് മുതലേ പറയുന്നതാണ്. സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളത്. ഇപ്പൊ ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വന്നിട്ടും 1000 അസ്ഥികൾ കിട്ടിയിട്ട് പോലും നിനക്കൊന്നും വിശ്വാസമായില്ല അല്ലേ? ഇനി ഞാൻ ഈ വിഷയത്തിൽ എടുത്ത എഫേർട്ട് അത് നിങ്ങൾ കാണുക തന്നെ വേണം. ഞാൻ തുടക്കം മുതൽ ഇതുവരെ ചെയ്ത വീഡിയോസിന്റെ പ്രസ്തുത കുറച്ച് ഭാഗങ്ങളാണ്, ഒന്ന് കാണുക നിങ്ങൾ. തന്നെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ ഒക്കെ കേസ് വന്നിട്ടുണ്ട്. സന്ദീപ് എടപ്പാള് അദ്ദേഹത്തിന് കേസ് വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ വായ മൂടിക്കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. മരണപ്പെട്ടത് മനുഷ്യന്മാരാണ്, കൊല ചെയ്യപ്പെട്ടതാണ്, ദാരുണമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് അസ്ഥികൂടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. 3-4 തവണയാണ് മനാഫ്കയെ തീർക്കും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വിളിക്കുന്നത്. നാളെ അയാൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടാലും നിങ്ങൾക്ക് ഇതൊരു വെറും വാർത്തയും നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ തല്ലുകൂടാനുള്ള ഒരു കമന്റ് ഇടാനുള്ള ഒരു പൊതുവേദിയായി മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അതിനപ്പുറത്തേക്ക് നിന്റെ വീട്ടിലെ കുട്ടികളും നിന്റെ അമ്മയും ഭാര്യയും മക്കളൊക്കെ സേഫ് ആണല്ലോ. നമുക്ക് സേഫ് സോണിൽ നിന്ന് എന്ത് തേങ്ങാക്കൊലയും പറയാലോ. നിങ്ങൾ തേങ്ങാക്കൊലകൾ പറഞ്ഞിരിക്കും, ഞാൻ ഇത്തരം വാർത്തകൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. വീട്ടുകാരെല്ലാവരും ഒരു കൊല്ലും എന്നുള്ള ഭയമുണ്ട്. ഇപ്പൊ മനാഫയുടെ അവസ്ഥ കണ്ടില്ലേ, ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ ഒരുപാട് കുഞ്ഞുങ്ങള് കൊല ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നും ആളുകളെയും കാണാതായിട്ടുണ്ട്. നിരന്തരമായിട്ട് മനാഫ്കന്റെ കൂടെയുള്ള ആളുകളും നമ്മളെ പോലെയുള്ള കുറെ യൂട്യൂബർമാരും ചോദിക്കുന്നു. പക്ഷേ ആരും ഒന്നും പറയുന്നില്ല. ആർക്കും ഈ വിഷയത്തിനോട് താല്പര്യവുമില്ല. തുടക്കത്തിൽ 1,00,000 വ്യൂ വന്ന വീഡിയോക്ക് ഇപ്പോ 10,000 വ്യൂ ഉണ്ടെങ്കിൽ തന്നെ വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി ആരൊക്കെ കാണാനില്ല എങ്കിലും ഞാനിത് പറയുക തന്നെ ചെയ്യും. അടുത്തുള്ള കല്ലേരിയിലെ പെട്രോൾ ബങ്കിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറി വനമേഖലയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് സുപ്രധാന സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. മൃതദേഹത്തിനൊപ്പം സ്കൂൾ പാഠപുസ്തകവും ബാഗും കുഴിച്ചിട്ടു. മൃതദേഹം മറവ് ചെയ്തെന്ന് പോലീസിന് നൽകിയ മൊഴിയിലുള്ള വനമേഖലയിൽ നിന്ന്. ഇതൊന്നും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലോ ആദ്യമൊന്നും തോന്നുന്നില്ലേ? നമ്മുടെ മക്കളെയാണ് ഇങ്ങനെ കാണാതാവുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്രമാത്രം വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു സംഘടന പോലും, ഒരു കൊടി പോലും പിടിച്ചിട്ടില്ല, ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അങ്ങ് അമേരിക്കയിൽ വല്ല കൂട്ടക്കൊലയോ മറ്റുള്ള കാര്യങ്ങളോ നടന്ന, അല്ലെങ്കിൽ UP-യിൽ നടന്ന, മണിപ്പൂരിൽ നടന്ന അവിടെ വലിയ കൊട്ടിഘോഷങ്ങളും കാണിച്ചു കൂട്ടലുകളാണ്. പണമുള്ളവനും ജീവിതം ഒന്നേ ഉള്ളൂ, പണമില്ലാത്തവനും ജീവിതം ഒന്നേ ഉള്ളൂ. അത് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് തന്നെ നെഞ്ച് വിരിച്ച് തീർക്കണം എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിലൊക്കെ നമ്മളൊക്കെ ചത്തുപോയാൽ എനിക്കൊരു തേങ്ങയില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. 4 ആളെ മുന്നിൽ പറയാം, അവൻ ആ മരിച്ചുപോയ പെൺകുട്ടികൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് ചത്തുപോയതാണ് എന്നുള്ളത്. നിങ്ങളപ്പോ ചത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, അതിശയവുമില്ല. കാരണം ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ആ പെൺകുട്ടികളുടെ ജീവനോടൊന്നും ഒരു താല്പര്യമില്ലല്ലോ. ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് ആ കേസും കാര്യങ്ങളൊക്കെ വന്നില്ല. ആ ഒരു സമയം മുതൽ നമ്മളെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും കുറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്റെ പല യാത്രകളിലും ആ സമയത്ത് എന്റെ സുഹൃത്തുക്കളെ ഞാൻ എന്റെ പിന്നിൽ കുറച്ച് മാറിയിട്ട് ഫോളോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ 1-2 ആളുകളെ നിരന്തരമായിട്ട് എവിടെ പോയാലും കണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണ്, അത്ര പവർഫുൾ ആയ പീപ്പിൾസിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. നമ്മൾ ഒരിക്കലും ആ ക്ഷേത്രത്തിനെതിരെയല്ല സംസാരിച്ചിട്ടുള്ളത്. ആ പവിത്രമായ ഭൂമിയിൽ അത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് നമ്മൾ അത്തരം വീഡിയോസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മരണപ്പെട്ടുള്ളത് മനുഷ്യന്മാർ തന്നെയാണ്, സഹജീവികളാണ്. നമ്മുടെ അമ്മ പെങ്ങന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഇത്തരം അവസ്ഥകൾ വരുമ്പോഴായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക മറ്റുള്ള ആളുകൾക്ക് സംഭവിച്ചതൊക്കെ നമുക്ക് വെറും കഥകൾ മാത്രമാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ ശക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഭാഗം കൂടിയുണ്ട്. ഇല്ലെങ്കിൽ യൂട്യൂബുകളില്ല, മീഡിയ ഇല്ല, ഇതിനെല്ലാം എന്തിനാ സൈഡാക്കുന്നത് സാറേ? ഇവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ നേരിട്ട് വന്ന് തെറ്റ് ചെയ്യുന്നത് പറയണം അല്ലേ? ഞങ്ങളിപ്പോൾ നേരിട്ട് ഞാൻ എത്രയോ വേദിക്കേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1000 അല്ല 2000 അല്ല കൊച്ചുങ്ങളെ ഇവിടെ കൊന്നിട്ടെന്ന്. ഇനിയിപ്പോൾ അത് സത്യം വരുന്നത് 1.5 വർഷം ബാക്ക് ഞാൻ പറഞ്ഞതാ. ഇതിനെ എതിർക്കുന്ന പുരുഷന്മാരെയും കൊല്ലുന്നുണ്ട്. ഒരു വ്യാപാരി, ഡൽഹിയിൽ വർക്ക് ചെയ്ത ഒരു വ്യാപാരിയെ അവിടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ആൾ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ കോമയിലായിരുന്നു. വ്യാപാരിയെ മിസ്സിംഗ് ആയിട്ട് പോലീസിനൊപ്പം ആ പ്രതികളുമായിട്ട് കാട്ടിനകത്തേക്ക് ചെന്ന സമയത്ത് ഒരാളെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഒരാളെ കിടക്കുന്നുണ്ട്. അങ്ങനെ പല ഇടങ്ങളിലായിട്ട് പുരുഷന്മാരെ കൊന്നു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആർക്കൊരു വിഷയമല്ല. ഓരോ മനുഷ്യന്മാർക്ക് രേഖകളുണ്ട്. ജീവിച്ചിരിക്കുന്നതിന് മരിക്കുന്നതിന് രേഖകളുടെ നാടാ. എന്നിട്ടോ ഒരു രേഖയിലും പെടാതെ ആളുകൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ യൂണിഫോമിലാണ് ആ കുട്ടിയെ കുഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഉപയോഗിച്ച് കുഴിച്ചിട്ടു. ഈ ഒരു കാര്യത്തെ കണ്ട ആളുകളുണ്ട്, കൊണ്ടുപോകുന്നത് കണ്ട ആളുകൾ. ഇത് പുറം ലോകത്തേക്ക് പറയുമെന്ന ഭയത്താൽ അവർ തീർത്തു. ധർമ്മസ്ഥലയിൽ ഇന്ന് തിരച്ചിലില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? വാരാന്ത്യമായതുകൊണ്ടാണത്രേ. ഞായറാഴ്ച പോലീസുകാർ അന്വേഷണം ഒന്നും നടത്താറില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് തന്നെയല്ലേ ഇത് നടക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗൗരവമുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പോലീസുകാർ അവിടെ നിന്നൊന്നും മാറുക പോലും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ടത് സംഭവിച്ചു?
വലിയൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ SIT ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു സാക്ഷിയെ തന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ കൈവശം വെച്ചിരിക്കുന്നു. ഞാൻ പല ആളുകളുടെ സമ്മർദ്ദം മൂലമാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അടുത്ത കേസ് വരുന്ന സന്ദീപിനാണ്. സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് കേസ് വരാനുള്ള കാരണം ഞാൻ മലപ്പുറം ജില്ലയിലായതുകൊണ്ടാണ് എന്നുള്ളതാണ്. സന്ദീപ് മലപ്പുറം എന്നാണ് അവർ കേസിൽ പരാമർശിച്ചിട്ടുള്ളത്. അതും ഒരു ഹിന്ദുത്വ സേനയാണ് പരാതിപ്പെട്ടുള്ളത്. ഈ അവസ്ഥയിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി കേൾക്കുകയാണ്. അതായത് ശുചീകരണ തൊഴിലാളി 13-ാം നമ്പർ ഇട്ട ആ ഒരു സ്ഥലത്ത് ഡെഡ് ബോഡികൾ കുഴിച്ചെടുത്ത് നേരിൽ കണ്ട 6 പേര് പോലീസിന് SITക്ക് മൊഴി കൊടുത്തിരിക്കുന്നു. അയാൾ അവിടെ കുഴിച്ചിടുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ളത്. ഏകദേശം 60ഓളം അസ്ഥി കഷ്ണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എത്രത്തോളം ആളുടേതാണ് എന്നുള്ള സ്ഥിരീകരണം വരാൻ കിടക്കുന്നുള്ളൂ. എത്രത്തോളം പെൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് കിട്ടി എന്നും സ്ഥിരീകരിക്കാൻ കിടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ പരാതിപ്പെട്ട ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഇതാ പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി എന്നുള്ളതാണ്. SITയുടെ മുന്നിലേക്ക് ധൈര്യം സംഭരിച്ചുകൊണ്ട് ആളുകൾ വന്നു തുടങ്ങി. ഈ ചാനലുകൾ മാത്രം ചർച്ച ചെയ്യുന്നു, കുറച്ച് ആളുകൾ മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, വീഡിയോസിന്റെ വ്യൂ പോലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യസന്ധമായ കാര്യമാണ്. അന്ന് ആ വീഡിയോസ് ചെയ്തിരുന്ന യൂട്യൂബർമാരിൽ ആകെ 4-5 ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇന്നും ചർച്ച ചെയ്യുന്നില്ല. ഇത്തരം നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ട് പോലും ആരും ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. നമ്മുടെ ആരും പോയിട്ടില്ല, നമ്മുടെ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആർക്കും ഒരു ഭയമില്ലാത്തത്, ആരും ഒന്നും മിണ്ടാത്തത് എന്നുള്ളതാണ്. വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്യണം. എന്താണ് ധർമ്മസ്ഥലയിൽ നടന്നത് എന്ന് എന്റെ ചാനലിൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യസന്ധമായ ഡാറ്റ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു ഊഹാപോഹങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. കൃത്യമായ വീഡിയോ സഹിതം തെളിവ് സഹിതമാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ പോലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടി ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടി. അതാണ് നിങ്ങൾ കേൾക്കുന്നത്. ഫിസിയോളജി അനാട്ടമി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവര് ഈ കടാവേഴ്സ്, അതായത് മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ. അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി. കാരണം ഇതിന്റെ ഒരു പ്രോട്ടോകോൾ ഒക്കെ ഫോളോ ചെയ്യാനുണ്ട്. കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യ സ്റ്റുഡൻസിന്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബോഡി ഒരിക്കൽ പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബ് അറ്റൻഡന്റ് പറഞ്ഞു അത്ര ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടക്കുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു. അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേന്ന്. 3 ഹോളുണ്ട്. അതിൽ സെൻട്രൽ ഹോളിലാണ് ഞാൻ ബോഡി കണ്ടത്. അതേ പെൺകുട്ടീനെ 3 ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ കണ്ടത്. 13ാമത്തെ പോയിന്റിൽ മൃതദേഹം കിട്ടിയില്ലെങ്കിൽ ധർമ്മസ്ഥലയിലെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് നീക്കം. നമ്മൾ പേടിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ധർമ്മസ്ഥലയിലുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഒരുപക്ഷെ ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. കർണാടക ബംഗ്ലഗുഡയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. എവിടെ സംഘികളെ, എവിടെ? നിരന്തരമായിട്ട് എന്റെ വീടിന്റെ അടിയിൽ കമന്റ് ഇടാൻ വരുന്ന ആളുകളൊക്കെ എവിടെ പോയി? ധർമ്മസ്ഥല വിഷയം നീ എന്താ മുക്കിയത് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ വന്നല്ലോ. പക്ഷെ ഇതാ കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ട്. കേട്ടില്ലേ? അതെല്ലാം സത്യമായിരുന്നു എന്നുള്ളത്. 1000-ത്തിനടുത്ത് അസ്ഥി കഷ്ണങ്ങളാണ് കിട്ടിയുള്ളത്, ഫോറൻസിക് അയച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ ID കാർഡ് അവിടെ നിന്ന് കിട്ടിയിരുന്നല്ലോ. അതും അവിടെ വെച്ച് കൊല ചെയ്യപ്പെട്ട് മരണപ്പെട്ടതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നു. സ്ഥിരീകരിച്ച വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. മനാഫ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ അയാളങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇത്രയും നാള്. അയാൾ പറഞ്ഞ വാക്കുകളും സത്യമായില്ലേ? ഞങ്ങൾ എല്ലാവരും സത്യത്തിന്റെ കൂടെ മാത്രമാണ് നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. ഈ കേസ് മൂടിപ്പോകുമോ എന്നുള്ളതായിരുന്നു എന്റെ ഭയം. പക്ഷെ ആ ദൈവനഗരിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മൂടി വെക്കാൻ കഴിയില്ല. വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നിരന്തരമായി നമ്മളെ വേട്ടയാടാൻ ആളുകൾ, നിരന്തരമായി നെഗറ്റീവ് പറയാൻ ആളുകൾ, കേസ് കൊടുത്ത് ലോക്ക് ചെയ്യാൻ ആളുകൾ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാതിരുന്നത്. ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിന് എത്ര കൊമ്പത്തുള്ള ആളാണെന്നുണ്ടെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു നിയമ സംവിധാനം ഉണ്ടെങ്കിൽ ആ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ പൂട്ടുക തന്നെ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും നാൾ ഇത്തരം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കൂടെ നിന്ന ആളുകളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ഒരു പവറും ഒരു സപ്പോർട്ടും ഉണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ധൈര്യത്തോടു കൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.